റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്നാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക അറിയപ്പെടുന്നത്. നമുക്ക് ആ പള്ളിയുടെ ഉള്ളിൽ പോയി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് പിയാത്ത രൂപമാണ്. അമ്മ മാതാവിന്റെ കരങ്ങളിൽ ഈശോ ഇരിക്കുന്ന രൂപം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്നാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക അറിയപ്പെടുന്നത്. പത്രോസ്ലീഹ രക്തസാക്ഷിയായ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ കബറിടം നമുക്ക് കാണാൻ സാധിക്കും. സെയിന്റ് സെബാസ്റ്റ്യന്റെ ഓൾട്ടറിന് താഴെയാണ് വിശുദ്ധ യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. സീറോ മലബാർ കുർബാനയിൽ നമ്മൾ ചെറുപ്പം മുതൽ ലത്തീൻ കുർബാനയിലൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ കർത്താവ് ശക്തനായ ദൈവം പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ, അപ്പം എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുർബാനയിൽ കേട്ടിരുന്ന ഒരു ഭാഗമാണ്. ഇപ്പം അത് എനിക്ക് തോന്നുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീറോ മലബാറിന്റെ കുർബാനയിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷെ എന്നാലും മനസ്സിലെപ്പോഴും ഉള്ള ഒരു ഭാഗമാണത്. ഇവിടെ നിന്ന് നമുക്ക് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ ഓർക്കാം, പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളുടെ നഗരമെന്നാണ് റോം അറിയപ്പെട്ടത്. ഡയോക്ലേഷ്യന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ അതിനു മുമ്പ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വരെ പീഡിപ്പിക്കുകയും യേശുവിലുള്ള വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം ഇല്ലീഗലായി ഈ രാജ്യത്തുള്ള രാജാക്കന്മാർ ഡിക്ലെയർ ചെയ്ത് അവരെ തന്നെ, രാജാക്കന്മാർ തന്നെ, ചക്രവർത്തിമാർ തന്നെ ദൈവമായിട്ട്, അല്ലെങ്കിൽ അവരെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിൽ സെയിന്റ് സെബാസ്റ്റ്യനെ പോലുള്ളവരെ യേശുവിന് വേണ്ടി നിലകൊണ്ടു ക്രിസ്തീയ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് പ്രചാരകരായി തീർന്നു. അങ്ങനെ അവരൊക്കെ രക്തസാക്ഷിയായി. കർത്താവിന്റെ അപ്പോസ്തലനായ പത്രോസ്ലീഹ, പൗലോസ്ലീഹ ഒക്കെ രക്തസാക്ഷിയായി തീർന്നു. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ ഒരു ദേവാലയത്തിന്റെ പിന്നിലെ ആ വലിയ രഹസ്യം എന്നുള്ളത് തന്നെ ഈ രക്തസാക്ഷികളുടെ വലിയ പ്രാർത്ഥനയാണ്. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രമായിട്ട് റോം മാറിയിരിക്കുമ്പോൾ ഇവിടെയുള്ള ആദിമ കാലഘട്ടങ്ങളിൽ, ആദിമസഭയിലും അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസം ആദ്യമായി സ്വീകരിച്ച വ്യക്തികളൊക്കെ അനേകായിരങ്ങൾ രക്തസാക്ഷികളായി. അവരെയൊക്കെ നീറോ ചക്രവർത്തി വഴിയോരങ്ങളിൽ കത്തിക്കുമായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിൽ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളവരുടെ വിശ്വാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ അവരെ തീപ്പന്തങ്ങളായിട്ട് കത്തിക്കുമായിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെയാണ് പത്രോസ്ലീഹ രക്തസാക്ഷിയായി തീർന്ന സ്ഥലം. ഇതിന് തൊട്ട് താഴെയാണ് പത്രോസ്ലീഹയുടെ കബറിടം. പത്രോസ്ലീഹ റോമിൽ ജയിലിൽ കിടക്കുമ്പോൾ സഭയുടെ ആദ്യത്തെ ബിഷപ്പ് ഇടയനായ പത്രോസ്ലീഹ അന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസ്ലീഹയോട് പറയുകയാണ്, ഞാൻ റോമിൽ വീണ്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പൊ പത്രോസ്ലീഹ ചോദിക്കുന്നു ഈശോയോട്, ഈശോയെ അതെന്നാ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത്? നമുക്ക് പത്രോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കാൻ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താ? എവിടെ പോയാലും പത്രോസ്ലീഹയ്ക്ക് ചെറിയൊരു എടുത്തിയാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഈശോയുടെ ജീവിതത്തിൽ ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്നതിന് വേണ്ടി കാൽവരി മലമുകളിലേക്ക് സകലതും പൂർത്തീകരിക്കുവാനുള്ള യാത്ര തുടങ്ങുമ്പോൾ ഈശോനെ തള്ളിപ്പറയുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. 3 തവണ ഈശോനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പിന്നീട് പിന്മാറ്റത്തിൽ പോയി വലയും വഞ്ചിയുമായിട്ട് പഴയ ജീവിതത്തിലേക്ക് കടന്നുപോയ പത്രോസിനെ തേടി കാത്തിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ വീണ്ടും ഈശോനെ ആദ്യം ഈശോ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ആ സമയത്ത് ഈശോ ചെയ്തൊരു അത്ഭുതമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിന്റെ വഞ്ചിക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ പത്രോസ് അധ്വാനിച്ച ആ സ്ഥലത്ത്, ആ ഒരു രാത്രി മുഴുവൻ പത്രോസ് കടലിൽ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. രാവിലെ ആയപ്പോൾ നിരാശപ്പെട്ട് വല കഴിക്കുന്ന സമയത്ത് പത്രോസിന്റെ വഞ്ചിയിലോട്ട് ഈശോ കയറിയിരുന്നു.
ഈശോ കയറിയിരുന്നിട്ട് ഈശോ വചനം പ്രസംഗിക്കുകയാണ്. അവിടെ പത്രോസിനോട് ചോദിക്കുന്നില്ല, പത്രോസ് ഞാൻ നിന്റെ വഞ്ചി കയറിയിരുന്ന് വചനം പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നൊന്നുമില്ല. അതിന് 2-3 ദിവസം മുമ്പ് പത്രോസിന്റെ വീട്ടിൽ അമ്മായിമ്മ പനിയായിട്ട് കഴിഞ്ഞ സമയത്ത് ഈശോ വരികയും രോഗസൗഖ്യങ്ങൾ ലഭിക്കുക, അന്ന് വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ശിമയോൻ പത്രോസിന്റെ വീട്ടിൽ നടന്നു. ഇതിന് 2-3 ദിവസം കഴിഞ്ഞ്, അതായത് തൊട്ടടുത്ത ദിവസമാണ് പത്രോസ് അധ്വാനിക്കാനായി കടന്നുപോയിട്ട് ഒന്നും ലഭിക്കാതിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന നമ്മളെ കാണുമ്പോഴും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ എപ്പോഴും ഓർത്തോളുക, അത് കർത്താവിന്റെ വലിയ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. അത് നിന്റെ നാശത്തിനല്ല, നിന്റെ അനുഗ്രഹത്തിനുള്ള പദ്ധതിയാണ്, നിന്റെ നന്മയ്ക്കുള്ള പദ്ധതിയാണ്, നിന്നെക്കുറിച്ചുള്ള വലിയ സ്വർഗീയ പദ്ധതിയാണ്. അപ്പോൾ പത്രോസിന്റെ ആ കുറവുകൾക്കുള്ളിലേക്ക് യേശു കയറി വരികയാണ്. യേശുവിന്റെ ശക്തി ആ വഞ്ചിയിലേക്ക് കയറി കർത്താവ് അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തിയിലൂടെ അനേക മത്സ്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന ആ അഭിഷേകമാണ് ആ മത്സ്യങ്ങളെ ആ വഞ്ചിക്കരികിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, നീ വലതുവശത്തേക്ക് നോക്കി വലയിറക്കുക. നമുക്കറിയാം ബാക്കി കഥയൊക്കെ. വല കീറാറാകുമ്പോളം മത്സ്യങ്ങളെ കിട്ടി. ആ ഒരു അത്ഭുതത്തിന് നടന്നതിന് തൊട്ട് പിന്നാലെ പത്രോസ് പറയുകയാണ്, കർത്താവെ, പാപിയാ എന്നിൽ നിന്ന് ഓടിയകലുക, ഞാൻ പാപിയാണ്. അപ്പോൾ കർത്താവ് പത്രോസിനെ കരം പിടിച്ചുയർത്തി പറയാം, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ ആ വലിയ വിളിയിലേക്ക് പത്രോസിനെ വിളിച്ച ദൈവത്തിന്റെ ആ വിളിയിൽ നിന്ന് പത്രോസ് ഈശോയുടെ ക്രൂശീകരണ സമയത്തിന്റെ ആ ഒരു നിമിഷം അകന്നുപോയി. അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ഒരു സ്ത്രീ ചോദിക്കും, നീ അവന്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടിയകലുന്ന പത്രോസ്, ആ പത്രോസ് പിന്നീട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച്, അതായത് അതിനു മുമ്പ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു, ഈശോയുടെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട ആന്തരിക സൗഖ്യം ലഭിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ പത്രോസ് ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ പ്രസംഗിക്കുകയും ആയിരങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് യേശുവിലേക്ക് കടന്നു വരികയും ചെയ്തു. ആ പത്രോസിന്റെ ജീവിതം പിന്നീട് കർത്താവിന്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ടായിരുന്നു, പത്രോസ്, നീ ഇവയേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെ വലിയ ശുശ്രൂഷകളിൽ മുൻപോട്ട് പോകുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ് പത്രോസിന്റെ മുൻപിൽ. എന്നിട്ട് പറഞ്ഞു, ഞാൻ റോമിൽ വീണ്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇത് കർത്താവ്, നീ വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. ജൂതന്മാര്, റോമാക്കാര് നിന്നെ ഇസ്രായേലിൽ ക്രൂശിച്ചതല്ലേ, നീ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തതല്ലേ, നീ വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. അപ്പോൾ പത്രോസിന് ഉള്ളിൽ മനസ്സിലായി, പത്രോസ് ക്രൂശിക്കപ്പെടുന്നതല്ല, ഈശോ ക്രൂശിക്കപ്പെടുന്നതല്ല, പത്രോസിന്റെ മരണം, രക്തസാക്ഷിത്വത്തിലേക്ക് ഈശോ പത്രോസിനെ നയിക്കുകയാണ്. ഇവിടെ നമ്മൾ വലിയൊരു രഹസ്യം മനസ്സിലാക്കണം. അതായത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും ഈശോയുടെ സഹനങ്ങളും വേദനകളുമാണ്. പത്രോസ് ക്രൂശിക്കപ്പെടുന്നു എന്നല്ല ഈശോ പറഞ്ഞു, ഈശോ വീണ്ടും റോമിൽ ക്രൂശിക്കപ്പെടുന്നു എന്നാണ്. അതായത് ഈശോയോട് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, 1 കൊരിന്തോസ് 12:27, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. ഈശോയോട് ചേർന്നുള്ള നിന്റെ ജീവിതത്തിൽ നിന്റെ വേദനകളും വിഷമങ്ങളും എല്ലാം അത് കർത്താവിൻ്റേത് കൂടിയാണ്. ആ ഒരു ബോധത്തിൽ റോമില് രക്തസാക്ഷിത്വം വരിക്കുന്ന സമയത്ത്, ഈ സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അപ്പസ്തോലൻ രക്തസാക്ഷിത്വം വരിക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, എന്നെ തലകീഴായിട്ടൊന്ന് ക്രൂശിക്കണം. തലകീഴായിട്ട്, എന്റെ കർത്താവിനെ ക്രൂശിച്ച പോലെ ക്രൂശിക്കരുത്, തലകീഴായിട്ട്. അങ്ങനെ ഒരു കുരിശയില് തലകീഴായി പത്രോസ്ലീഹ ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. ഇതിന് തൊട്ടു താഴെയാണ് പത്രോസ്ലീഹയുടെ കബറിടം. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവാൻ ദൈവമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ വലിയ അഭിഷേകമായി ഞങ്ങൾ വന്നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ശക്തിയായി ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ.